ഓ 360 ക്യാമറ കണ്ടല്ലോ. റിവ്യൂസിന്റെ അതിപ്രസരവുമായ റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടൊയോട്ടയുടെ തന്നെ ടൈസർ 1 ലിറ്റർ ടർബോ. അപ്പൊ ടൊയോട്ട ടൈസർ അല്ലേ? അതെ, ടൊയോട്ട ടൈസർ ബേസിക്കലി ഫ്രോങ്സ് വന്നാണല്ലേ ഡിറൈവ് ചെയ്ത ടൊയോട്ട വെർഷൻ. ലൈക്ക് അവരുടെ ഡിസൈനിൽ കൊണ്ടുവന്ന ടൊയോട്ടയുടെ ഒരു ഫിലോസഫി ഉണ്ടല്ലോ ഡിസൈൻ, ആ ഒരു രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം ടൊയോട്ട അങ്ങനെയാണല്ലോ ചെയ്യണത്. സുസുക്കിയുടെ വണ്ടിയും പിന്നെ ആ ഇത് റീവർക്ക് ചെയ്ത് ഒന്ന് ഡിസൈൻ ചെയ്യും, എക്സ്റ്റീരിയറും ഇന്റീരിയറും അല്ലേ. അതെ, ജസ്റ്റ് ഒരു അപ്പോൾസ്ട്രി ചേഞ്ചും അങ്ങനെയൊക്കെ. കളർ പെയിന്റ് സ്കീംസ് എടുത്തു പറയേണ്ട ആ സംഭവമാണല്ലേ. കളർ സ്കീംസ് ടേസറിന് സെപ്പറേറ്റ്, ഫ്രോങ്സിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. അപ്പൊ അങ്ങനെ കളർ ഓപ്ഷൻസ് വേണ്ടവർക്ക് സുസുക്കി എടുക്കാം, ടേസർ എടുക്കാം, അങ്ങനെ കൊടുത്തിരിക്കണം. എങ്ങനെയുണ്ട് ഫ്രണ്ട് ലുക്ക്? എനിക്ക് ആക്ച്വലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഒരു ഫ്രണ്ട് ലുക്കാണ്. എനിക്ക് ഫ്രോങ്സിന്റെ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ചെറിയൊരു ക്രോം ബിറ്റിന്റെ ഒരു ഫിനിഷ് വരുന്നത് കുറച്ച് പോളറൈസിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സബ്ജക്റ്റീവ് ആണ് ലുക്സ്, ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ. പിന്നെ എനിക്ക് ടേസറിന്റെ ഫ്രണ്ട് ലുക്ക് ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. എന്താ വെച്ചാൽ ചിലവർക്ക് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഗ്രില്ലിന്റെ ഷേപ്പ് ഓവറോൾ. ഈ ഒരു ഗ്രില്ലായാലും നമ്മുടെ ഹൈ ക്രോസിനോടൊക്കെ ഒരു ഡിസൈൻ ലേഔട്ട് പോലെ ഈ ഒരു ബൂമറാങ് ഷേപ്പ്, അത് നമ്മുടെ ടൊയോട്ടയുടെ വണ്ടികളിൽ പിടിച്ചേക്കേണ്ട അവരുടെ ഫാമിലി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഫ്രോങ്സിന്റെ ചിലവർക്ക് ഫ്രോങ്സിന്റെ ഇഷ്ടം എന്നുവെച്ചാൽ ആ ഡിസൈൻ ചിലവർക്ക് ഇഷ്ടപ്പെടും. സബ്ജക്റ്റീവ് ആണ് ലുക്ക്. പിന്നെ ഇവിടെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ലൈറ്റ്സും, പിന്നെ DRLും. ഈ DRL തന്നെ ഇൻഡിക്കേറ്റർ ആണ് കൊടുത്തിട്ടുണ്ട്. ഫുൾ LED അല്ലേ, ഫുൾ LED സെറ്റപ്പ്. അത്യാവശ്യം നല്ല ത്രോ ഉണ്ട് പറയുന്നുണ്ട്. അതെ, ആ ഒരു 3 പീസ് ക്യൂബ് ഷേപ്ഡ് LEDs ആണെങ്കിലും നല്ല ത്രോ ഉണ്ട്. പിന്നെ ടൊയോട്ട ലോഗോ കൊടുത്തിരിക്കണം, നല്ല ഭംഗിയുണ്ടല്ലേ. അവിടുന്ന് ആ ഇന്റഗ്രേറ്റ് ചെയ്ത് അവിടെ ക്രോം ലൈനും പോകുന്നുണ്ട്. ഹണികോം ഗ്രില്ല കൊടുത്തിരിക്കണം അല്ലേ. ഓവറോൾ നല്ലൊരു ലേ ഔട്ട് തന്നെയാണ്. സ്കിഡ് പ്ലേറ്റിന് സെപ്പറേറ്റ് ഒരു പെയിന്റ് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു SUV എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് ആണ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്റീരിയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടും. അതെ, ആ ഒരു നമുക്ക് ഫുൾ ആയിട്ട് കാണല്ലേ, ബോണറ്റ് കാണാം. ഇനി നമുക്ക് സൈഡ് ലുക്കിലോട്ട് പോവാം അല്ലേ. അതെ, സോ ഗൈസ് നമുക്ക് ഇതിന്റെ സൈഡ് ലുക്കിന്റെ റിവ്യൂലേക്ക് വരാം. അപ്പൊ നമ്മൾ ആ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേസ്ഡ് ആയിട്ടുള്ള ഫീൽ സൈഡിലെ ഒരു നോക്കുമ്പോഴായാലും ആംഗിളിൽ നോക്കുമ്പോഴായാലും അത് പ്രകടമായിട്ട് കാണാൻ കഴിയും. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആ റേസ്ഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷന്റെ ഒരു സെറ്റപ്പാണ്. ആ ഒരു സൈഡിലെ ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ ത്രൂ ഔട്ട് ദ ബോഡി റൺ ചെയ്ത് പോണതും, ആ ഒരു അടിയിലെ സ്കിഡ് പ്ലേറ്റ് ആ ഫ്രണ്ടിൽ കൊടുത്ത അതേ സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നതും, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു സൈഡ് ലുക്കിൽ നിന്ന് തന്നെ ഭയങ്കര റേസ്ഡ് ഒരു SUV ക്യാരക്ടർ കൊടുത്തേക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പറയുന്നത് നമുക്ക് ഇതിന്റെ ടയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 195/60 ഇഞ്ച് വീൽസ് ആണ് കമ്പനി സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡിസൈനായാലും ചെറിയൊരു ഫ്ലവർ പെറ്റൽസിന്റെ ഒരു ഡിസൈൻ ഇൻസ്പയർഡ് പോലെ നമുക്ക് തോന്നും. ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് ബ്രേക്സ് വരുന്നത്, ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 37 ലിറ്ററിന്റെ ഒരു ഫ്യൂൽ ടാങ്ക് ആണ് അതിൽ കമ്പനി ആ സ്റ്റാൻഡേർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്, ഷാർക്ക് ഫിൻ ആന്റിന വന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്രോം ബീഡിങ് ത്രൂ ഔട്ട് ദ ബോഡി പോയിട്ടുണ്ട്. അറൗണ്ട് ദ ഡോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് അല്ല, ജസ്റ്റ് ആ ഒരു വിൻഡോ ലൈനിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സെഗ്മെന്റിൽ ആകപ്പാടെ മാരുതിയും ടൊയോട്ടയും മാത്രമാണ് ഫ്രണ്ടിലെ 2 ഡോസിനും റിക്വസ്റ്റ് സെൻസർ പ്രൊവൈഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കി ബ്രാൻഡ്സ് എല്ലാം ഒരു സൈഡിൽ മാത്രം കൊടുത്തത് ലിമിറ്റ് ചെയ്യും. പിന്നെ സൈഡിലേക്ക് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ മിറേഴ്സിന്റെ അടിയിലായിട്ടാണ് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പ്ലേസ്മെന്റ് കാണാൻ നീറ്റ് ലേ ഔട്ടാണ്, ഒട്ടും ബൾജൊന്നും ചെയ്ത് നിൽക്കുന്നില്ല. സോ അപ്പൊ നമുക്ക് ഇതിന്റെ റെയർ ലുക്ക് നോക്കാം അല്ലേ. റെയർ ലുക്ക് നോക്കുമ്പോൾ ആ ഒരു കണ്ടിന്യൂസ് സ്ട്രിപ്പ് ലൈൻ പോയിട്ടുണ്ട്. ഫുൾ LED ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ റിവേഴ്സ് ലൈറ്റ് നല്ല ഭംഗിയുണ്ട്, നല്ല LED ഇലുമിനേഷൻ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് ടോപ്പ് മോഡലാണ്, അതുകൊണ്ട് G ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ S ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ കുറെ വേരിയൻസും ഉണ്ട്. അപ്പോൾ അവിടെ ആ വേരിയന്റ് കാണിക്കുന്ന ഇവിടെ ഒരു സിമ്പിള് കാണിക്കും. ഇതിപ്പോൾ നിയോ ഡ്രൈവ് എന്ന് കാണിച്ചിരിക്കുന്നത് V ആണ്, ടോപ്പ് മോഡൽ V ആണ്. പിന്നെ റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അടിയിൽ, 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ 360 ക്യാമറ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ടിൽ സെൻസർ ഇല്ല, പക്ഷെ ഓവറോൾ ക്യാമറ കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ഡിഫോക്കൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഇതും LED-യിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വാഷർ ഫ്ലൂയിഡ് ഇവിടെ കാണാം. അത്യാവശ്യം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ
ഫ്രോങ്സ് നോക്കുമ്പോൾ ഫ്രോങ്സിന്റെ ഒരു 3 സ്ലിറ്റ്സ് ആയിട്ടാണ് ഇങ്ങനെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നമ്മുടെ ഫ്രണ്ടിലത്തെ ലുക്കിലത്തെ എൽ ഷേപ്ഡ് LED DRL ഉണ്ടല്ലോ, അതിന് കുറച്ച് സിമിലാരിറ്റി വരുത്താനാണ് ആ ഷേപ്പിൽ അവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രോങ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രോങ്സിന്റെ ലുക്സ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഓരോരുത്തർക്ക് സബ്ജക്റ്റീവ് ആണ് ലുക്സ്. ചിലവർക്ക് ടേസറാണ് ഇഷ്ടപ്പെടുക ലുക്സിൽ നോക്കുമ്പോൾ. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സിൽവർ ഫിനിഷിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഫൈബർ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ 308 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പറയുകയാണെങ്കിൽ കുറച്ച് ലോഡിംഗ് ഇപ്പോൾ കുറച്ച് കൂടുതലാണ് ഹൈറ്റ്. അപ്പോൾ കുറച്ച് ആക്സസ് അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ വലിയ സൂട്ട് കേസൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. കോമ്പറ്റീറ്റർ നോക്കുകയാണെങ്കിൽ i20 അല്ലാണ്ട് കുറച്ചുകൂടി ലോവേർഡാണ്. പക്ഷെ ഇൻ പേപ്പർ നോക്കുമ്പോൾ i20ക്ക് 3 ലിറ്റേഴ്സ് മോറാണ് വെൻ കമ്പയർഡ് ടു ടേസർ. ഇതിന്റെ 308 ലിറ്റേഴ്സ് ആണ്. പിന്നെ 40-60 സ്പ്ലിറ്റ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റെപ്പിനി കാണാം, സ്റ്റെപ്പിനി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ സ്റ്റെപ്പിനി കൊടുത്തിരിക്കുന്നത് നല്ല നീറ്റ് ആയിട്ടാണ്, ബിക്കോസ് സ്പേസ് അങ്ങനെ പോവാണ്ട് നല്ലൊരു രീതിയിലാണ് അവരുടെ ലേ ഔട്ട്. ഇവിടെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഓവറോൾ അത്യാവശ്യം ഒരു ഫാമിലി യൂസിനുള്ളൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇന്ത്യയിൽ സോ നമ്മൾ ഇന്ത്യയിൽ കയറുമ്പോൾ തന്നെ ഒരു സിബ്ലിങ്സ് ആയിട്ടുള്ള ഏർബൻ ക്രൂസർ ഹൈ റൈഡറിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലാണ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്തിട്ടുണ്ട് അവർ. അത്യാവശ്യം നല്ലൊരു ലേ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിയ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. നല്ല റെസ്പോൺസീവ് ആണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് ഒരു റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. കണക്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയേർഡും വയർലെസ്സും കൊടുത്തിട്ടുണ്ട്. രണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വയർലെസ് കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. വോയിസ് റെക്കഗ്നിഷൻ കൊടുത്തിട്ടുണ്ട് മാരുതിയുടെ. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻഫോ നോക്കാം. ഡാഷ്ബോർഡ്, സേഫ്റ്റി അലേർട്സ്, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഡാഷ്ബോർഡിലുള്ള. പിന്നെ മെയിൻ പറയുകയാണെങ്കിൽ ഇതിന് 360 വ്യൂ ക്യാമറ, അതൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 360 ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്, വ്യൂ എന്ന് പറഞ്ഞിട്ട്. ആ വ്യൂ കൊടുക്കുമ്പോൾ നമ്മൾ അകത്തുനിന്നുള്ള ആ വണ്ടിയുടെ പുറത്ത് എക്സ്റ്റീരിയർ മൊത്തം ഒരു 360 റൗണ്ട് എടുത്തിട്ട് കാണിച്ചു തരും. നമുക്ക് ആ ഒരു ഹോൾ 360 കാണിച്ചു തരാം. പിന്നെ ഇങ്ങനത്തെ വ്യൂ കാണിക്കും. അതായത് ഓവറോൾ നമുക്ക് ഒരു ആനിമേഷൻ അവർ കൊടുത്തിട്ടുണ്ട് എക്സ്റ്റീരിയറിൽ. ആ 360 ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ആവറേജ് സ്പീഡ്, ഫ്യൂൽ എക്കോണമി, എനർജിയുടെ ഫ്ലോ, പിന്നെ വയർലെസ് ചാർജറിന് എത്ര ആ ഒരു സ്റ്റാറ്റ് കാണിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഓരോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഡോർ അൺലോക്കിൻ്റെ, അങ്ങനത്തെ ഫുഡ് വെൽ ലൈറ്റ്. പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് അലേർട്സ് കാണിക്കും, എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മുടെ വണ്ടിക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാൻസ്മിഷന് ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് ഇവിടെ അവർ കാണിക്കും. ചെക്ക് എഞ്ചിൻ ലൈറ്റ് കാണിക്കും. നമ്മൾ ഇവിടെയും കാണിക്കും, പക്ഷെ അവർ ടച്ച് സ്ക്രീനിൽ നമുക്കൊരു അലേർട്ട് തരും. അങ്ങനെയും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് നല്ലൊരു അലേർട്ട്നെസ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഇതാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് HUD കൊടുത്തിട്ടുണ്ട്. HUD പറഞ്ഞാൽ ഇവിടെ പോപ്പപ്പ് ചെയ്യണ ഒരു സംഭവമാണ്. അത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ കാണിച്ചത്. അത് വരുന്ന എന്ത് ഭംഗിയായിട്ടാണ് ആ ഒരു വരുന്ന രീതി. അത് നമുക്ക് ഓഫ് ചെയ്യുകയും ചെയ്യാം. അത് നല്ലൊരു രസമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഡോർ ഓപ്പണിംഗ് ഒക്കെ ആനിമേഷൻ ഇവിടെ കാണിക്കും. ഏത് ഡോറാണ് തുറന്നാൽ അതിൻ്റെ ഒരു ആനിമേഷൻ ഇവിടെ കാണിക്കും. ടോക്കും പവറിൻ്റെ ഡെലിവറി ഒരു പൈ ചാർട്ട് പോലെ കാണിക്കും. പിന്നെ സ്റ്റിയറിംഗ് ടിപ്പിക്കൽ നമ്മുടെ സുസുക്കിയുടെ സ്റ്റിയറിംഗ് തന്നെയാണ്. ഇവിടെ ടൊയോട്ടയുടെ ലോഗോ വന്നിട്ടുണ്ട്, വേറെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഗ്ലോസിനെസ് കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പ്രീമിയം എൻഹാൻസ് ചെയ്യും, പ്രീമിയം ഫീൽ. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ മാരുതിയിൽ പണ്ട് 2005 മുതൽ സ്വിഫ്റ്റിൽ നമ്മൾ കാണുന്ന അതേ സ്റ്റൈലിലാണ് ഡോർ ഹാൻഡിലായാലും മിററിൻ്റെ കൺട്രോൾസ് ആയാലും. ഡ്രൈവർ സൈഡ് മാത്രമേ ഓട്ടോ ഉള്ളൂ, ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ അത് വെച്ചിരിക്കണം എന്താ വെച്ചാൽ സുസുക്കിക്ക് അറിയാം, വർഷങ്ങളായിട്ട് അത് നിന്നോളും. അത് ലോങ് ലാസ്റ്റിംഗ് ആണത്. പിന്നെ പാർട്സിനും ഒരു ഇഷ്യൂവും വരില്ല. അതാണ് ഇപ്പോഴും അവരത് കീപ്പ് ചെയ്യണം, ആ ഒരു കൺട്രോൾസ്. ഓട്ടോ ഡിമ്മിങ് മിററാണ്, ഓട്ടോ ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ബേസിക് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മിറർ വിത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് ആയാലും പാസഞ്ചർ സൈഡ് ആയാലും കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ ചെറിയൊരു ഗ്ലവ് ബോക്സ്, ഭയങ്കര സ്മോൾ ആണ്, പക്ഷേ കൂളിംഗ് എഫക്റ്റും കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ ഇവിടെ കുറച്ച് നമ്മുടെ പണ്ടത്തെ സുസുക്കിയുടെ അതേ ട്രാൻസ്മിഷൻ ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത്, ഓട്ടോമാറ്റിക്കിൻ്റെ. പിന്നെ പറയുകയാണെങ്കിൽ റിവേഴ്സ് ഗിയർ നമുക്ക് ഇങ്ങനെ ഓരോ ആംഗിൾസ് മാറ്റാം. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അത്യാവശ്യം നല്ല ആംഗിൾസും കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലൈൻഡ് സ്പോട്ട്, നമ്മുടെ മിററിൻ്റെ അടിയിലുള്ള ബ്ലൈൻഡ് സ്പോട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ നാരോ റോഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് അപ്പോൾസ്റ്ററി നല്ല സുഖമായിട്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. നല്ലൊരു കുഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തൊടുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്.
ലോങ് ഡ്രൈവേഴ്സിൽ സോഫ്റ്റ് നല്ലതല്ലെന്ന് അറിയാം, എന്നാലും ആ ഒരു കുഷൻ ഫീൽ നല്ല സുഖം കൊടുത്തിട്ടുണ്ട്. 2 USB പോർട്സ് കൊടുത്തിട്ടുണ്ട്, വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, 2 കപ്പ് ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് ഭയങ്കര സ്മോൾ ആണ്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആംറസ്റ്റ് യൂസബിൾ ആണ്, സ്ലൈഡിങ് ആണ്, അതും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നമുക്ക് ബാക്ക് സീറ്റിന്റെ വിശേഷം കേൾക്കാം. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ റിയറിന്റെ കംഫർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഫ്രണ്ടിൽ തന്നെ പറഞ്ഞ ആ സെയിം കുഷിനി ആയിട്ടുള്ള സോഫ്റ്റ് ഫാബ്രിക് ഫിനിഷ്, എനിക്ക് കളേഴ്സ് ആയാലും ഇഷ്ടപ്പെട്ടു. സെയിം ഫ്രോങ്സിൽ വരുമ്പോൾ ഒരു ബ്ലൂ ടിഞ്ച്, ആ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരാറ്. ഇതിലും ഡ്യുവൽ ടോൺ തന്നെ ഒരു മെറൂൺ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിച്ചഡ് അപ്പോൾസ്ട്രി ഫിനിഷസ് കാണാൻ പറ്റും. 3 സീറ്റ് ബെൽറ്റ്സും കൊടുത്തിട്ടുണ്ട്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സെൻട്രൽ ആംറസ്റ്റും കൂടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. മേ ബി നെക്സ്റ്റ് ആ ഒരു അപ്ഡേറ്റിൽ അവർ കൊണ്ടുവരുമായിരിക്കും. പിന്നെ സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ സപ്പോർട്ട് ആയാലും ലെഗ് റൂം ആയാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ലാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഒരു ഹൈറ്റിൽ ഓൾമോസ്റ്റ് റൂഫ് ടച്ച് ആവുന്നുണ്ട്. ഒരു 5'10" ഹൈറ്റുള്ള ഒരാൾക്കായാലും റൂഫ് അത്യാവശ്യം ഇതാണ്. പക്ഷെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഹെഡ് റൂം കിട്ടും. ഡോർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാനലിൽ ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും സോഫ്റ്റ് ടച്ച് ഫാബ്രിക് ഫിനിഷും സ്പീക്കർ പ്ലേസ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൺവീനിയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. കൺട്രോൾസ് ഇല്ല, ഫ്രണ്ടിലത്തെ കൺട്രോൾസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബാക്കിലേക്ക് എയർ വരുന്നത്. USB Aയും Cയും പോർട്സ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ടണലിൽ കുറച്ചും കൂടെ ലോവേർഡ് ആണ്. 3rd പാസഞ്ചറിന് അത്യാവശ്യം ഇരിക്കാൻ പാകത്തിന് എല്ലാ ഇത് കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ്. ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടൊയോട്ടയുടെ കാസിൽ നമ്മൾ കണ്ടൊരു സംഭവമായിരുന്നു ഒരു വലിയൊരു ഹെഡ് റെസ്റ്റ്. നമുക്ക് ആക്ച്വലി ഒരു ഫ്രണ്ടിലേക്കുള്ള വിഷൻ ബ്ലോക്ക് ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഇരുന്ന് കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വൈഡ് വ്യൂവിലേക്ക് നമുക്ക് ഒരു വിഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ റെഗുലർ ബിറ്റ്സ് ഹുക്ക് ഹാൻഡിൽ, ഒരു ലൈറ്റ് സെൻട്രലായിട്ട് പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ റെഗുലർ ബിറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലസ്ട്രോഫോബിക് ഫീൽ ഒന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം ഒരു റൂഫ് ലൈനറും ആ ഒരു ഹാഫ് പാർട്ട് ഓഫ് ദ കാർ ഒരു ബേജ് ഫിനിഷ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എയറി ഫിനിഷിങ് കിട്ടുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസ് ഒരു ടിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാക്ടറി പ്രൊവൈഡഡ് തന്നെ. അത്യാവശ്യം നല്ല രീതിക്ക് അത് കട്ട് ചെയ്ത് ആണ് നമുക്ക് വെളിച്ചം ഉള്ളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിലിന്റെ ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ ഒരു സീ പില്ലറിലേക്ക് ചെറിയൊരു ഗ്ലാസ് പോർഷൻ കൊടുത്തിട്ടുണ്ട്, ആ ഒരു എയറിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട്. സോ അത്രയൊക്കെ തന്നെയായിരുന്നു ഇന്റീരിയറിലെ വിശേഷം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എഞ്ചിൻ ഓപ്ഷൻസ് പരിചയപ്പെടാം അല്ലേ? യെസ്. ബേസിക്കലി ഇത് ഇവിടുത്തെ 2 എഞ്ചിനും മാരുതിന്ന് സോഴ്സ് ചെയ്ത എഞ്ചിൻസ് ആണ്. ഓക്കെ. ടൊയോട്ട ആയിട്ട് ഒരു എഞ്ചിൻ ഇതിലില്ല, ഹൈബ്രിഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ 2 എഞ്ചിൻ സുസുക്കിയുടെ ആണ്. പറയുകയാണെങ്കിൽ K12 ആണ് 1.2 പെട്രോൾ അല്ലേ, K സീരീസ് എഞ്ചിനാണ്. അത് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അത് NA ആണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് നോൺ ടെർബോ എഞ്ചിനാണ്. അതിൽ തന്നെ മാനുവലും ഉണ്ട്, AMT കൊടുത്തിട്ടുണ്ട്. അതെ, 2 5 സ്പീഡാ. AMT 5 സ്പീഡ്, മാനുവലും 5 സ്പീഡ്. ഓക്കെ. സ്പെക്ക് പറയുകയാണെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്നത് 89 bhpയും 114 Nm ടോർക്കും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. കൊണ്ടുവന്നിരിക്കുന്ന വണ്ടിയുടെ സ്പെക്ക് പറയാം, 1 ലിറ്റർ ടർബോ. 1 ലിറ്റർ ടർബോ. ഇത് നമ്മുടെ സുസുക്കി എടുക്കുന്ന ബൂസ്റ്റർ ജെറ്റ് ആണല്ലേ. ആക്ച്വലി നമുക്ക് ഈ എഞ്ചിൻ ഇതിന് മുന്നേ വേറൊരു വണ്ടിയിൽ കിട്ടിയിരുന്നു. അതെ, ബലേനോ RS. അത് പക്ഷെ പിന്നീട് അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആയി പോയി. ഹാർഡ്ലി 1 ഇയർ അതിനുള്ളിൽ തന്നെ അവർ സ്റ്റോപ്പ് ചെയ്തു. അതെ, ഒരു എന്തൂസിയാസ്റ്റിക് എന്നുള്ള രീതിയിൽ അവർ ഇറക്കി നോക്കിയതാണ്. പക്ഷെ പ്രത്യേകിച്ച് ആ റെഡ് കളറില്ലേ ബലേനോന്റെ ഒരു ഇതായിരുന്നു. ആ സെയിം എഞ്ചിൻ തന്നെയാണല്ലേ, അതൊന്ന് കുറച്ചൊന്ന് വർക്ക് ചെയ്തെടുത്ത് ട്യൂൺ ചെയ്ത്. പറയുകയാണെങ്കിൽ ഇത് 1 ലിറ്റർ ടർബോ ആണ്. സ്പെക്ക് പറയുകയാണെങ്കിൽ 100 bhpയും 149 Nm ടോർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ ഇതിന് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ട്രാൻസ്മിഷൻ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറും 5 സ്പീഡ് മാനുവലും കൊടുത്തു. നമ്മുടെ ബ്രസീൽ പറഞ്ഞ സെയിം 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഇതിലും വന്നിരിക്കുന്നത് അല്ലേ. കാണാൻ നല്ല ലേ ഔട്ട് ആണല്ലേ, എഞ്ചിന്റെ സൈസ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി. 3 സിലിണ്ടറിന്റെ ഒരു ഹീറ്റ് നമുക്ക് ഇപ്പൊ തന്നെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ ചെറിയ എഞ്ചിനിൽ ടർബോ കയറ്റുമ്പോഴുള്ള പ്രശ്നമാണ്. നമ്മളത് i20ലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഹീറ്റ് നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യും 3 സിലിണ്ടർ. ചെറിയ എഞ്ചിനിൽ ഇപ്പൊ എല്ലാ വണ്ടികളും ഇപ്പൊ അതാ ചെയ്യണം, ചെറിയ എഞ്ചിനിൽ ടർബോ ചെയ്യുമ്പോ അപ്പൊ ലൈക്ക് തല്ലി പണിയിപ്പിക്കണ പോലെ ഒരു ഇതാണ്. ആ ഹീറ്റിംഗ് നമുക്ക് എന്തായാലും മനസ്സിലാവും. ബാക്കി നമുക്ക് ഡ്രൈവില് പറയാം അല്ലേ. നമുക്ക് ഡ്രൈവ് പോലെ അത് റിഫൈൻഡ് അല്ലേ. അതെ, നല്ല റിഫൈൻമെന്റ് കൊടുത്തിട്ടുണ്ടാവും. എക്സോസ്റ്റ് നോട്ട് ഒരുപാട് പോപ്സ് ആൻഡ് അങ്ങനെ ഒരു ഇതല്ലെങ്കിലും നല്ലൊരു സട്ടൽ സൗണ്ട് അതെ വണ്ടി കൊടുക്കുന്നത്. സോ അപ്പൊ ഇത് നമ്മുടെ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എന്ന് പറയല്ലേ, മാരുതീസ് എഞ്ചിൻ. നമുക്ക് ഇനി ഈ 1 ലിറ്റർ എഞ്ചിന്റെ ഡ്രൈവ് പറയാം അല്ലേ. അതെ, ഇൻസ്റ്റന്റ്ലി നല്ല റിഫൈൻമെന്റ് കൊടുക്കുന്നുണ്ടോ, നല്ല കംഫർട്ടാണ്. ആ ഒരു ഫുൾ ത്രോട്ട് കൊടുക്കുമ്പോ ടർബോടെ ചെറിയൊരു ലാഗ് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഫുള്ളാണ്. ലാഗ് ഉണ്ട് ബിക്കോസ് ടോർക്ക് കൺവെർട്ടർ ആണ്, 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ആണ്.
ആ ഒരു ചെറിയ ലാഗ് ഉണ്ട്. ആ ലാഗ് കഴിഞ്ഞ ഒരു ലോഞ്ച് പുള്ളാണ്. ആ പുള്ള് നല്ലൊരു പുള്ളാട്ടോ അവര് കൊടുത്തിരിക്കണ ഈ എഞ്ചിന്റെ. സസ്പെൻഷൻ നല്ല സോഫ്റ്റ് അല്ലേ. നമ്മൾ കുറച്ചെടുത്തുമ്പോ ഹാർഡ് ബമ്പ് ഒക്കെ ചാടിയപ്പോഴായാലും ഭയങ്കര നല്ല പ്ലയന്റ് ആണ്, കേപ്പബിൾ ആയിരുന്നു. നല്ല സൗണ്ട് ലെവൽ ഒന്നുമില്ല, സസ്പെൻഷന്റെ സൗണ്ടുകളൊന്നുമില്ല, നല്ല കംഫർട്ടാണ് സസ്പെൻഷൻ. നോയിസ് ലെവൽസും കൊള്ളാല്ലേ, പുറത്തത്തെ ഒരു ഡ്രാമൊന്നും അധികം ഇല്ല. പിന്നെ നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. ഗിയർ നമ്മൾ നോർമൽ ത്രോട്ടിലൊന്നും അറിയണേ ഇല്ല അല്ലെ, സീംലെസ് ആണ് ഗിയർ ആ ഒരു ട്രാൻസിഷൻ. പിന്നെ ഡ്രൈവ് മോഡ് ഉണ്ട്, പിന്നെ മാനുവൽ മോഡ് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയോ, മാനുവൽ മോഡിൽ ഇടുമ്പോൾ നമുക്ക് ഫുൾ കൺട്രോൾസ് കിട്ടും. ഓട്ടോമാറ്റിക്കലി അപ്പ് ചെയ്യുക ഡൗൺ ചെയ്യുക ഒന്നും ചെയ്യില്ല, നമ്മളുടെ കയ്യിൽ ഫുൾ കൺട്രോൾസ് വരും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമുക്ക് ഫുൾ മാനുവൽ കൺട്രോൾസ് കിട്ടാണ്. പിന്നെ എങ്ങനെയുണ്ട്, നല്ല സ്മൂത്ത് അല്ലേ ആ ഒരു എഞ്ചിന്റെ ആ ഒരു ക്വാളിറ്റി അതുണ്ട്, ആ ഒരു കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ പറയാനുള്ള 1 ലിറ്ററിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ വൈബ്രേഷൻസ് നമ്മുടെ ഡോറിലും ടയർ ഭാഗത്തൊക്കെ കണ്ടു. അവിടെയൊക്കെ ഒരു ഇൻബാലൻസ് ഉണ്ട്. 3 സിലിണ്ടറിന്റെ അല്ലേ, ആ ഒരു റിഫൈൻമെന്റ് ചെറിയ ഇഷ്യൂ ആണത്. നമുക്ക് ഇതിന്റെ പുള്ള് കാണിച്ചാലല്ല, മാനുവൽ മോഡിലിട്ടൊരു പുള്ള് നോക്കാം. ഡൗൺ ചെയ്ത് നമ്മള് മാനുവലി ഡൗൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു നോട്ട് ഭയങ്കര ഒരു രസമൊക്കെ, ഫുൾ കൺട്രോൾ കിട്ടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 6000 RPM ഒക്കെ ഇങ്ങനെ വലിച്ചെടുത്താ പോണേ. ഇങ്ങനെ പുള്ളിങ് ആണ്, സീംലെസ് ആണ് വണ്ടി. ആഫ്റ്റർ 100 ആയാലും നല്ല പുള്ളുണ്ട് വണ്ടി. ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ, ആ മാനുവൽ കൺട്രോൾസ് കിട്ടണ. നമ്മുടെ നോർമൽ 1.2നേക്കാളും എന്തുകൊണ്ടും ഒരു ഡ്രൈവബിലിറ്റി എൻജോയ് ചെയ്യാൻ കഴിയും. ഒരു എന്തൂസിയാസ്റ്റ്, പക്ഷെ ഒരു എന്തൂസിയാസ്റ്റ് ഫീൽ ഫുൾ കിട്ടണമെങ്കിൽ ഇതിന്റെ മാനുവൽ 5 സ്പീഡ് ഉണ്ട്. അത് പക്ക എന്തൂസിയാസ്റ്റ് കാറാണ് അല്ലേ. അത് ഈ ടോർക്ക് കൺവേർട്ടർ ആയിട്ടും അങ്ങനെ മോശമല്ല, പക്ഷെ ഫുൾ നമുക്ക് ആ ഒരു മാനുവലിലാണ് മനസ്സിലാവുക ഈ എഞ്ചിന്റെ അത്രയും ക്യാരക്ടർ. പക്ഷെ ഈ മാനുവൽ മോഡ് ഉള്ളതുകൊണ്ടും നമുക്ക് അത്യാവശ്യം മനസ്സിലാവും അല്ലേ, നല്ല പുള്ളുണ്ട് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ആ പവർ. പിന്നെ ബ്രേക്കിംഗ് ബാക്ക് ഡിസ്ക് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു ബ്രേക്കിംഗ്, ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു മൂവ്മെന്റ്. ഒരുപാട് നോയ്സ് ഒന്നുമില്ല ഓൺ ഹാർഡ് ബ്രേക്കിംഗ്. അതിൽ സൈലന്റ് ആയിട്ടൊക്കെ തന്നെയാണ്, പക്ഷെ നല്ല ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട് അവർ കേട്ടോ. റെഗുലർ ബിറ്റ്സ് ABS ESP EBD ബേസിക്കലി നമ്മൾ കോർണേഴ്സ് എടുക്കുമ്പോൾ വണ്ടി തന്നെ ഇൻ ബ്രേക്ക് ചെയ്യും. അതാണ് EBD കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആകെ അനോയിങ് ആയിട്ട് തോന്നി ഈ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ സിസ്റ്റം. അത് കുറച്ച് അനോയിങ് ആണ്, പക്ഷെ ഡെഡ് ട്രാഫിക്സിൽ നമുക്ക് മൈലേജ് ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കോൺസും പ്രോസും ഉണ്ടാവും ആ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിന്. പക്ഷെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവണതിന് മുന്നേ ഓഫ് ആവും. അതെ, അവിടെയാണ് ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉള്ളത്. പക്ഷെ ഈ മൈലേജിൽ എൻഹാൻസ് ആവും. അതിപ്പോ മിക്ക വണ്ടിയിലും വരുന്നുണ്ടല്ലേ. എനിക്ക് ആ ഒരു ലോജിക്ക് എങ്ങനെ പോയെന്ന് മനസ്സിലായില്ല. ലൈക്ക് ഓട്ടോമാറ്റിക്സിനേക്കാളും മാനുവലിന് ഒരു സ്ലൈറ്റ്ലി ആണ്, എന്നാലും ഒരു മൈലേജ് കുറവ് വരാൻ. ഓട്ടോമാറ്റിക്കിനാണ് ഒരു ഏറ്റവും കൂടുതൽ മൈലേജ് ഓഫർ ചെയ്യുന്നത്. അതെന്താ വെച്ചാൽ ഇതിന്റെ ഡീലിട്ട് ഓടിക്കില്ലേ, ഡീലിട്ട് ഓടിക്കുമ്പോ അതിന്റെ ഗിയേഴ്സ് കറക്റ്റ് ആ RPM-ലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മാനുവലി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് വരണമെന്നില്ല. അതുകൊണ്ടാണ് ഏറെ കൂടുന്നത്. പൊളിച്ചെടുത്ത ആ ഒരു ഫീൽ എടുത്തിട്ട് ഓടിക്കൂല. എന്നുവെച്ചാൽ ഇതിന്റെ ഡ്രൈവ് മോഡ് കണ്ടില്ലേ, ഭയങ്കര സ്മൂത്താ. ഗിയർ മാറുന്നത് നമ്മൾ അറിയണില്ല. ലൈറ്റ് ത്രോട്ടിൽ നല്ല സ്മൂത്ത് ആണ്, എനിക്കത് തോന്നിയിരുന്നു. നല്ല സ്മൂത്ത് ഉണ്ടായിരുന്നു വണ്ടിക്ക്. പിന്നെ ഓവറോൾ സീറ്റും നല്ല സോഫ്റ്റ് അല്ലേ, നല്ല സുഖമുണ്ട്, കംഫർട്ട് ഉണ്ട് വണ്ടിക്ക്. സോ ഇതൊരു എന്തൂസിയാസ്റ്റ് കാറാണല്ലോ നമ്മുടെ ഇപ്പത്തെ സെഗ്മെന്റിൽ. ഇതിന് കൂടെ പിടിച്ചിരിക്കണതാണ് i20 N-Line അല്ലേ. പക്ഷെ i20 N-Line ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ മേ ബി കുറച്ചുകൂടി എന്താ പറയാ, റിലയബിലിറ്റി ടേംസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേമിലൊക്കെ നമുക്ക് ഒരു കെയർ ഫ്രീ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്റ്റൻഡ് വാറന്റി അല്ലെങ്കിൽ ഒരു സർവീസ് പാക്കേജസിന്റെ ഒക്കെ ഒരു ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് ടൊയോട്ട സുസുക്കി. യെസ്, പക്ഷേ ഹ്യുണ്ടൈ ഞാൻ കമ്പയർ ചെയ്തപ്പോ N-Line ആയിട്ട് കമ്പയർ ചെയ്തപ്പോ DCT ആയിട്ടും ലാഗ് ഉണ്ട്. അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ 3 സിലിണ്ടറിൽ ടർബോ കയറ്റല്ലേ, അപ്പൊ ആ എഞ്ചിന്റെ ആണ് ആക്ച്വലി ആ ഒരു ലാഗ് വരുന്നത്. ട്രാൻസ്മിഷൻ മാത്രമേ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെയായാലും ഷിഫ്റ്റിംഗ് ഫാസ്റ്റർ i20 N-Line ആണ്, എന്താ 7 സ്പീഡ് DCT ആണ്. പക്ഷെ എനിക്ക് ഈ പുള്ളില്ലേ,
പറയുമ്പോൾ അതിന് ഇൻ പേപ്പർ കൂടുതലാണെങ്കിലും എനിക്ക് ഈ ടേസറിന്റെ പുള്ള കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു. എനിക്ക് എന്താ തോന്നിയത് ഓടിച്ചു നോക്കിയപ്പോ? എനിക്കും ഇതാണ് ഇഷ്ടപ്പെട്ടത്. i20 എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത അതിന്റെ ഒരു ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റിന്റെ ആ ഒരു POV നോയ്സ് നല്ലതാണ്. പക്ഷെ ഞാൻ രണ്ടും ഇൻ പേപ്പർ നോക്കല്ല, രണ്ട് ഓടിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതിന് ആ ഒരു പവർ ഡെലിവറി നമുക്ക് തോന്നും അല്ലേ, ഒരു പുള്ളുണ്ട് ഈ വണ്ടിക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. i20 പവർ ഉണ്ട്, പക്ഷെ ഇത് ഓടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി കമ്പാരിസൺ അല്ലേ, നമ്മൾ അന്ന് ചെയ്തപ്പോഴും ഇത് ചെയ്തപ്പോഴും ഒരു പുള്ളൊരു വ്യത്യാസം. പിന്നെ ആ എൻലൈന് കുറച്ചുകൂടി കോസ്മെറ്റിക്കലി നല്ല ലുക്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ന്യൂ ജെൻ ഫീലാണ് എൻലൈനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സോസ് ടിപ്പും കൊടുത്തപ്പോ കുറച്ചുകൂടി ഗിമ്മിക്സ് ഉണ്ടല്ലോ. പിന്നെ എൻലൈന്റെ ഒരു പ്രത്യേകത എന്താക്കി തോന്നിയെന്ന് വെച്ചാല് എൻലൈന്റെ ബ്രേക്കിംഗ് കുറച്ചുകൂടി ബെറ്റർ. 4 വീൽ ഡിസ്ക് വരുന്നോണ്ട് ആ ഒരു അത് എടുത്ത് പറയണം, ബ്രേക്കിംഗ് ബെറ്റർ എപ്പോഴും എൻലൈന്റെ ആണ്. ഈ പറയുകയാണെങ്കിൽ ഇത് പണ്ട് ബലേനോ RS വന്ന എഞ്ചിനാണ്. അത് എന്തുകൊണ്ട് ഇത്ര അൺറേറ്റഡ് ആയി പോയല്ലേ? അന്ന് എനിക്ക് അതിന്റെ റീസൺ ആയിട്ട് തോന്നുന്നത്, അന്ന് ഇപ്പൊ ഒരു എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു കാറ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നേരെ ചെന്ന് എത്തണത് പോളോയിലായിരുന്നു. അതാണ് ആ ഒരു മാർക്കറ്റ് അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാറായിരുന്നു പോളോ. അത് പോയ സമയത്തായിരുന്നു ഒരുപാട് മാർക്കറ്റ് ഗ്യാപ്പ് വന്നത്. ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവണേ പോളോനേക്കാളും പവർ ബലേനോ RS-നായിരുന്നു. ഒരു ഡ്രാഗ് റേസിൽ ഞാൻ കണ്ടു, നെട്ടിപ്പോയി ബലേനോ RS പോളോനെ GT-DS വെട്ടിച്ച് പോണത്. ആ എത്രയും ഒരു ക്വാളിറ്റി, ആ ഒരു പവർ ഡെലിവറി കൊടുത്തിട്ടുണ്ട് ഈ എഞ്ചിന്. അത് നമ്മള് ഫ്രോങ്സ് വന്നപ്പോ ഫ്രോങ്സിന്റെ ഡ്രാഗ് റേസ് കണ്ടില്ല നമ്മള്, എന്തൊക്കെ വണ്ടികളെയാണ് അത് ലൈക്ക് സ്മോക്ക് ചെയ്യാണ് പോളോനെ, ലൈക്ക് കുറെ വണ്ടികൾ അത് സ്മോക്ക് ചെയ്തു. ഓക്കെ, പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ്, ഇപ്പൊ ഒരു എക്സിസ്റ്റിംഗ് മാരുതി കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ടൊയോട്ട കസ്റ്റമർ ഇപ്പൊ ഒരു ചെറിയൊരു ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ നിന്ന് എന്തുകൊണ്ട് ഇതിലേക്ക് അപ്ഗ്രേഡ് ആവണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അതിന്റെ ഒരു 1.3 ലിറ്റർ ഡീസൽ എഞ്ചിൻ അത് ഡിസ്കണ്ടിന്യൂഡ് ആയി. ദർ ഇസ് ഓൺലി ദി ഓപ്ഷൻ ഫോർ പെട്രോൾ. അപ്പോൾ നോർമൽ 1.2 പോണോ ഓർ 1.5 K സീരീസ്, മറ്റു കാർസിന്റെ 1.5 K സീരീസ് ഉണ്ട്, പിന്നെ ഈ 1 ലിറ്റർ ടർബോയും ഉണ്ട്. അപ്പോ അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ എന്തായാലും എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ചൂസ് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പത്തെ ഈ സെഗ്മെന്റില് ആക്ച്വലി ഇപ്പൊ ഇതിന്റെ മാനുവലാന്ന് വിചാരിച്ചോ, ഒരു ഫാമിലി യൂസ് പ്ലസ് ഒരു എന്തൂസിയാസ്റ്റ് ഫീല്, കംഫർട്ട് എല്ലാം ഒറ്റയടിക്ക് കൊടുക്കണ ഫ്രോങ്സും ടേസറാണ് ഞാൻ നോക്കിയില്ല. എന്നുവെച്ചാൽ സസ്പെൻഷനും കംഫർട്ടാണ്, ആ പവറും ഉണ്ട്. നമ്മള് ഭയങ്കരമായിട്ട് ഈ എഞ്ചിൻ അവരുണ്ടാക്കിയത് അത്രയും പവർ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് ഒരു വണ്ടി. ഈ വണ്ടി അത്രയും അവർ കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം ബാക്ക് സീറ്റ് ബക്കിൾ ചെയ്യണം അല്ലേ, സീറ്റ് ബെൽറ്റ് ബക്കിൾ ചെയ്യണം. അതെ, ലോഡ് സെൻസർ അവിടെയാണ് കോസ്റ്റ് കട്ടിങ് വന്നിരിക്കുന്നത്. കോസ്റ്റ് കട്ടിങ് ഇപ്പൊ ഉണ്ട് കുറച്ച്, പക്ഷെ ഒരിക്കലും എനിക്കൊരു ചീപ്പായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക് ബിറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ, പക്ഷെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ഉണ്ട് കുറെ, പിന്നെ ചീപ്പായിട്ട് ഫീൽ ചെയ്യുമല്ലോ. പക്ഷെ കുറച്ചൊരു ചെറിയ റിച്ച്നെസ് ഒക്കെ ഉണ്ട്. അതുണ്ട്. പിന്നെ ലാസ്റ്റിംഗ് ആണ്, അതിൽ നമ്മള് യൂസ്ഡ് ആവും, ഇത് ലോങ് ലാസ്റ്റ് ആയിട്ട് നിന്നോളും, അവിടെ കടന്നോളും, അത് ഇഷ്യൂസ് വരില്ല. നമ്മൾ ഇന്ത്യൻസിനായാലും ഇപ്പൊ ഒരു നോർമൽ ഫാമിലിക്ക് ഒരു കാർ വാങ്ങിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ടേം പർച്ചേസ് ആയിരിക്കും. അതെ, ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ നമുക്ക് അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു കാർ അത്രയും ലാസ്റ്റ് ചെയ്യണം. ഇപ്പൊ എല്ലാ ബിറ്റ്സും എല്ലാം അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോ മാരുതിയുടെ ഈ സ്വിച്ചസിനെ ഒക്കെ നമ്മൾ ട്രോൾ ചെയ്യും, പക്ഷെ അത് അത്രയും വർഷം നിൽക്കും. ഇപ്പൊ എന്റെ റിഡ്സിലായ പോലും 11 ഇയേഴ്സ് ആയിട്ട് ആ പ്ലാസ്റ്റിക് ബിറ്റ്സ് ഒക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ ടൊയോട്ട ആണെങ്കിലും ഏറ്റവും കൂടുതൽ ലാസ്റ്റിംഗ്. ടൊയോട്ട എടുത്ത് പറയേണ്ട വേറൊരു കാര്യമാണ് സർവീസ് ക്വാളിറ്റി. മാരുതിനെ അപേക്ഷിച്ച് 10 times ഹെഡ് ആണ് അവര്. ആ ഒരു ഫ്രോങ്സിനെ കൺസിഡർ ചെയ്യാതെ നമ്മൾ എന്തുകൊണ്ട് ഇതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ള ഒരു മേജർ പോയിന്റ്. ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് വാറണ്ടി പറയുകയാണെങ്കിൽ 3 years അല്ലെങ്കിൽ 1 lakh kilometers വരെയാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി പറയുന്നത്. ഇപ്പോൾ ഫ്രോങ്സിനാണെങ്കിൽ അറൌണ്ട് 60,000 kilometers ആണ് 3 years പറയുന്നത്. പക്ഷെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 years 2.2 lakhs kilometers വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതൊരു ഭയങ്കര ഒരു ഇതാണല്ലോ. പിന്നെ എനിക്ക് നമ്മുടെ സുസുക്കിൻ്റെ ആയിട്ട് എടുക്കാൻ കാരണം മൈലേജ്. അതെ, ഇത്രയും പവർ ഉള്ള ഒരു 1 ലിറ്ററിന് വരെ 20 ക്ലെയിം ചെയ്യണം. കമ്പനി ക്ലെയിം ഇൻ റിയൽ ലൈഫ് അത്രയും കിട്ടുന്നുണ്ട്. ഞാൻ ലൈക്ക് യൂസേഴ്സിന് കണ്ടെന്ന് വെച്ചാൽ ഹൈവേയിൽ 17-16 കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. നല്ല ക്രൂസ് കൺട്രോൾ ഒക്കെ ഇട്ട് അത്രയും റെവ് ചെയ്ത് ഉപയോഗിക്കാതെ ഒരു മീഡിയത്തിലേക്ക് റെവ് ചെയ്ത് ഉപയോഗിച്ചാൽ 10-11 പോകും. മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും. പക്ഷെ ഒരു ഹൈവേ യൂസിൽ 18-17 ക്ലെയിം ചെയ്യുന്നുണ്ട് ആൾക്കാർ. അവിടെയാണ് ആ ഒരു ഇത്. അത് ഓട്ടോമാറ്റിക് മാനുവലാണെങ്കിലും ഒരു 15-16 റേഞ്ച് കിട്ടും.
പക്ഷെ നമ്മൾ സിറ്റി യൂസ് ആണെങ്കിൽ ഒരു 12-13 റേഞ്ച് ആണ്. പക്ഷെ ഓട്ടോമാറ്റിക്കിന് നമ്മളിപ്പോ സിറ്റി യൂസിൽ കണ്ടത് 13-12 തന്നെയാണല്ലേ. പക്ഷെ ഒരു നോർമൽ സിറ്റി യൂസ് ഒക്കെ ആണെങ്കിൽ 14 കിട്ടും. അത്ര എഫിഷ്യൻസി അവർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്മാർട്ട് ഹൈബ്രിഡിലെ ചെറിയൊരു അസിസ്റ്റ്, അത് 48 വോട്ട് മൈൽഡ് ഹൈബ്രിഡ്. അത് മെയിൻ ഈ എഞ്ചിന്റെ ക്വാളിറ്റിയാണ് അത്രയും ഇത് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇനിയും മൈലേജ് വേണമെന്നാണ് ഇതിന്റെ K സീരീസ് എഞ്ചിൻ ഉണ്ട്, 1.2 4 സിലിണ്ടർ. അത് ഈസിലി നമുക്ക് സിറ്റിയിൽ 14-15 ആ റേഞ്ചിൽ. അത് 4 സിലിണ്ടർ എഞ്ചിനാണ്, കുറച്ചുകൂടി എന്താ പറയാ റിഫൈൻഡ് ആണ്, എഫിഷ്യൻസി ഉണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ K സീരീസ് എഞ്ചിൻ എടുക്കേണ്ടി വരും. ഈ പ്രൈസിങ് പറയുകയാണെങ്കിൽ ഇതിന് കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. S, G, V, ഇയും കൊടുത്തു. ഈ ബേസ് മോഡൽ. ഈനെ പക്ഷെ നമുക്ക് എപ്പോഴും K സീരീസ് എഞ്ചിൻ മാത്രമേ കിട്ടുള്ളൂ. ഇതിനിപ്പോൾ S സീരീസ് വന്നിട്ടുണ്ടല്ലേ, ടർബോന് S ഉണ്ട്, G ഉണ്ട്, V ഉണ്ട്. അപ്പോൾ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ എൻലൈൻ്റെ അതേ പ്രൈസിങ് വരുന്നുണ്ടല്ലോ. 15 lakhs ആണ് ടോപ്പ് എൻഡ് മോഡലിൽ വരുന്നത് ഓൺ റോഡ്. അതിൽ തന്നെ ഇപ്പോൾ ഷോറൂംസിൽ ഒരു 60,000 ഒക്കെ അടുത്ത് ക്യാഷ് ഓഫറിങ്സ് കൊടുത്തിട്ടുണ്ട്, ഡിസ്കൗണ്ട്സും റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രൈസിങ്ങിൽ ഫീച്ചേഴ്സിൻ്റെ ഒരു ചെറിയ സ്ഥലത്ത് ലാക്കിങ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ലോങ് ടേം റിലയബിലിറ്റിയും പവർ മൈലേജ് എല്ലാം വേണമെന്നാണെങ്കിൽ ഇപ്പോൾ ഫാക്ടറി ചോയ്സ് സുസുക്കി അല്ലെങ്കിൽ ടൊയോട്ടയാണ് ആ കാര്യത്തിൽ. പിന്നെ പെയിന്റ് സ്കീംസ് ടേസറിനും ഫ്രോങ്സിനും എക്സ്ക്ലൂസീവ് പെയിന്റ് സ്കീംസ് ആണല്ലേ, സെപ്പറേറ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ലൈക്ക് ഒരു റെഡ് കളർ വേണമെന്നാണെങ്കിൽ ടേസർ എടുക്കേണ്ടി വരും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ ടൊയോട്ടയും സുസുക്കിയും തമ്മിൽ, അതൊരു ഭയങ്കര അടിപൊളിയായിട്ട്. ഞാൻ ആക്ച്വലി പേഴ്സണലി ഒരു ഡാർക്ക് കളേഴ്സ് ബ്ലാക്ക് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ രണ്ട് ബ്രാൻഡും അത് ഓഫർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഓഫർ ചെയ്തിട്ടില്ല. ഇതിപ്പോ ഡാർക്ക് ഗ്രേ ആണല്ലേ, ഗ്രേഷ് കളറാണ്. ഈ കളർ കൊള്ളാം, പക്ഷെ എന്നാലും ബ്ലാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ വരുമായിരിക്കുമല്ലേ ഫ്യൂച്ചറിൽ. അപ്പോൾ പിന്നെ നമുക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ള കൈരളി ടൊയോട്ട അല്ലേ, നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നതിനും ഒരു ബിഗ് താങ്ക്സ് ഞങ്ങൾ എല്ലാവരും പറയുന്നല്ലേ. ആ ഒരു ഇനീഷ്യൽ ഇത് തൊട്ടുള്ള ഒരു കോർഡിനേഷൻ ആയാലും എല്ലാം വളരെ ഒരു അതെ, ആ ഒരു നമുക്ക് നല്ലൊരു ഹോസ്പിറ്റാലിറ്റി കൈരളി തന്നത്. താങ്ക്സ് ടു ശ്യാം കുമാർ അല്ലേ, സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഹിം. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും അറേഞ്ച് ചെയ്ത് തന്നതിനല്ലേ. അപ്പോൾ നമുക്കൊരു വേർഡിക്റ്റിലേക്ക് എത്താം അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ റിവ്യൂ. ഒരു ഫാമിലി പ്ലസ് റിലയബിലിറ്റി ലോങ് ടേം കാർ നോക്കുന്നവരാണ്, എന്തൂസിയാസ്റ്റ് ആണ്. ഹാൻഡ്ലിംഗ് വൈസ് അല്ലെങ്കിലും അല്ലേ, ഹാൻഡ്ലിംഗ് വൈസ് മേ ബി എൻലൈൻ വീക്കെൻഡ് ഡ്രൈവ് ഒക്കെ നമുക്ക് പ്രഷർ ചെയ്ത് ഓടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ്ലിംഗ് നോക്കരുത്. ഒരു ഫാമിലി പ്ലസ് പവർ എല്ലാം വേണമെന്ന്, റിലയബിലിറ്റി, കംഫർട്ട്, പിന്നെ ലോങ് ടേം റിലയബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ if you want cosmetically look and if you want to എന്താ പറയാ, നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് റിച്ച് ആയിട്ട് വേണം, ഫീച്ചർ റിച്ച് റിലയബിലിറ്റി പ്ലസ് നിങ്ങൾക്ക് ഹാൻഡ്ലിംഗും വേണമെന്നാണെങ്കിൽ അപ്പോൾ അത് രണ്ടും ഇപ്പോൾ സെഗ്മെന്റിൽ പിടിച്ചിരിക്കാനല്ലേ ഇത് രണ്ടുമാണ് ഉള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള വണ്ടി ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചോയ്സ് നോക്കുക അല്ലേ. സോ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ റിവ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.